നമസ്കാരം. കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. വൻതോതിലുള്ള ഭാരത്തെ ടൺ എന്ന യൂണിറ്റിലാണ് പൊതുവെ പറയാറുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വ്യാവസായിക മേഖലയിലും മറ്റും വമ്പൻ ഉപകരണങ്ങളുടെ ഭാരം സൂചിപ്പിക്കുന്നതും സാധനങ്ങൾ വലിയ അളവിൽ കൈകാര്യം ചെയ്യുന്നതുമൊക്കെ ഈ ടണ്ണിലാണ്. ഇനി ടൺ എന്ന പോലെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള മറ്റൊരു പദമാണ് മെട്രിക് ടൺ. ഇവ രണ്ടും ഒരേ തരത്തിലാണ് പലരും ഉപയോഗിക്കാറുള്ളതെങ്കിലും വാസ്തവത്തിൽ ടണ്ണും മെട്രിക് ടണ്ണും ഒന്നു തന്നെയാണോ? ചിലർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അതേക്കുറിച്ച് പറയാം, ടണ്ണും മെട്രിക് ടണ്ണും. ആദ്യം തന്നെ പറയട്ടെ, ടൺ എന്നത് ഇമ്പീരിയൽ സിസ്റ്റത്തിലുള്ള യൂണിറ്റാണ്. ഈ സിസ്റ്റത്തിൽ ചെറിയ ഭാരങ്ങളെ പൗണ്ട് എന്ന യൂണിറ്റിലാണ് അളക്കാറുള്ളത്. വമ്പൻ ഭാരങ്ങളെ സൂചിപ്പിക്കാനാണ് ടൺ ഉപയോഗിക്കുന്നത്. ഇതുതന്നെ എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെയുമല്ല. US-ൽ 2000 പൗണ്ടിനെയാണ് ഒരു ടൺ ആയി കണക്കാക്കുന്നത്. അതേസമയം UK-യിൽ ഇത് 2240 പൗണ്ടാണ്. അമേരിക്കയിലും ബ്രിട്ടനിലും ടണ്ണിൻ്റെ അളവിന് വ്യത്യാസമുണ്ട് എന്ന് സാരം. അമേരിക്കയിൽ 2000 പൗണ്ട് ഭാരമാണ് ഒരു ടൺ എന്ന് പറഞ്ഞല്ലോ. ഇത് ഷോർട്ട് ടൺ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടനിൽ 2240 പൗണ്ടാണ് ഒരു ടൺ എന്നും പറഞ്ഞു. ഇത് ലോങ് ടൺ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഓർക്കുക, ഷോർട്ട് ടണ്ണുമുണ്ട്, ലോങ് ടണ്ണുമുണ്ട്. ഷോർട്ട് ടൺ 2000 പൗണ്ടാണ്, ലോങ് ടൺ 2240 പൗണ്ടാണ്. ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത്ര അനായാസം ഈ അളവ് അങ്ങോട്ട് മനസ്സിലാകണമെന്നില്ല. കാരണം പൗണ്ടിന് പകരം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് കിലോഗ്രാം എന്ന യൂണിറ്റാണ്. അതുകൊണ്ട് ഷോർട്ട് ടണ്ണിനെയും ലോങ് ടണ്ണിനെയും കിലോഗ്രാമിലേക്ക് മാറ്റി പറഞ്ഞാൽ വേഗം നമുക്ക് കാര്യം വ്യക്തമാകും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഷോർട്ട് ടൺ എന്നാൽ ഏതാണ്ട് 907.2 കിലോഗ്രാമാണ്. 907.2 കിലോ. അതുപോലെ ഒരു ലോങ് ടൺ എന്നത് 1016 കിലോഗ്രാം വരും. 1016 കിലോ. അപ്പോൾ മെട്രിക് ടണ്ണോ? അത് 907.2 കിലോ വരുന്ന ഷോർട്ട് ടണ്ണുമല്ല, 1016 കിലോ വരുന്ന ലോങ് ടണ്ണുമല്ല. പിന്നെയോ 1000 കിലോഗ്രാമിന് തുല്യമായി വരുന്ന ഭാരമാണ് മെട്രിക് ടൺ. ഇതിനെ ലോകമെമ്പാടും ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റായി ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇത് മെട്രിക് സിസ്റ്റത്തിലുമാണ്. ഒന്നുകൂടി ഓർക്കുക, മെട്രിക് ടൺ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ലോങ് ടണ്ണോ ഷോർട്ട് ടണ്ണോ അല്ല, മറ്റൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റാണ്. 1000 കിലോഗ്രാമാണ് ഒരു മെട്രിക് ടൺ. അതായത് ഒരു മെട്രിക് ടൺ സമം 1000 കിലോ. വേറിട്ട് മനസ്സിലാക്കുന്നതിനായി മറ്റു ടണ്ണുകളെ TON എന്ന സ്പെല്ലിങ്ങിൽ എഴുതുമ്പോൾ മെട്രിക് ടണ്ണിനെ TONNE എന്നെഴുതാറുണ്ട്. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്